ഞാൻ ഈ ടെലിവിഷൻ ചർച്ചയിൽ വരാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ബിസിനസ് കോൺക്ലേവുകളിൽ ഏകദേശം ഒരു 10 വർഷക്കാലമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. അവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന രാജീവിനെ പോലെയുള്ള ഓൺട്രപ്രീനേഴ്സ് ബിസിനസ്സുകാർ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വലിയ പ്രതീക്ഷകളോടെ വരികയും വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും മൊത്തത്തിലുള്ള ഒരു മൂഡ് എന്തായിരിക്കും വെച്ചാൽ ഇതൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതൊന്നും അങ്ങ് നടക്കില്ലപ്പാ, കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു എന്നുള്ള ഒരു മെസ്സേജാണ് ഓവറോൾ ആ ഒരു മൂഡാണ് കിട്ടാറുള്ളത്. പക്ഷേ ഈ ഇവന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു 6-7 മാസം മുമ്പെങ്കിലും പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള വളരെ എഫിഷ്യന്റ് ആയ ഒരു ടീം ഗ്ലോബലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സമ്മിറ്റ് മാത്രമല്ല, അതിന്റെ ഒരു കൺക്ലൂഷനാണ് അവിടെ നടക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിന്റെ ഇനീഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ ഇവരുടെ പ്രിപ്പറേറ്ററി കോൺക്ലേവ്സ് 45 എണ്ണമാണ് നേരത്തെ കഴിഞ്ഞു. എണ്ണം കറക്റ്റ് ആണെന്ന് എന്റെ ധാരണ. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം വളരെ ക്ലിയർ ആയ പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഫൈനലൈസേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായ ഒരു ആംബിയൻസ് ആണ് അവിടെ. മുന്നേയും LDF ഗവൺമെന്റ് നടത്തിയതും UDF ഗവൺമെന്റ് കാലത്ത് നടത്തിയതും ടൈ നടത്തിയൊക്കെ കുറെ ഇവന്റ്സിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. പിന്നെ പഴയൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു LDFും UDFും മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ UDF ഒരു കാര്യം വന്നാൽ ശരിയല്ലെന്ന് LDF പറയുക, LDF ഒരു കാര്യം കൊണ്ടുവന്നാൽ ശരിയല്ലെന്ന് UDF പറയുക എന്നുള്ള സിനാരിയോ മാറിയിട്ട് ഇന്ന് അവിടുന്ന് ഏറ്റവും പ്രതീക്ഷയോടെ തന്നെ ഞാൻ അതിനെ കാണുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഗവൺമെന്റ് ചെയ്യുന്ന കേരളത്തിൻ്റെതാണ് വികസനം, കേരളത്തിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, കേരളത്തിലാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നത്. ഓപ്പോസിഷൻ വളരെ ക്രിയേറ്റീവ് ആയിട്ട് തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും. ഒരു കണ്ടീഷനും കൂടെ VD സതീശൻ പറയുന്നു, ഇനി നാളെ ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തായാൽ അപ്പോഴും ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ളത്. ലോകം മുഴുവൻ മാറുകയാണ്, ഇന്ത്യ മാറുകയാണ്, എന്താ പറയുക, ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും സ്മാർട്ട് ബിസിനസ്സും IR 4, 5 എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാവുന്ന കേരളം, ഇന്ത്യക്കല്ല ലോകത്തിന് മാതൃകയാവുന്ന ഹെൽത്ത് സെഗ്മെന്റിലായിരുന്നാലും എഡ്യൂക്കേഷനിലായിരുന്നാലും ഓവറോൾ ഡെവലപ്മെന്റിലായിരുന്നൊക്കെ ലോകത്തിന് മാതൃകയാവുന്ന കേരളത്തിന് ഒരു കാരണവശാലും ഈ ചേഞ്ചിൽ നിന്ന് പിറകോട്ട് പോവാൻ പറ്റില്ല. ആ ഒരു എന്താ പറയാ കോൾ ഓഫ് ദ ടൈം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന വലിയൊരു ഇവന്റ് ആണിത്. ഇത് വലിയ ഊർജ്ജം തന്നെ നൽകും. വളരെ കോൺക്രീറ്റ് ആയ പദ്ധതികൾ നാളെ വൈകുന്നേരം അനൗൺസ് ചെയ്യപ്പെടും. അതിന്റെ പണികളാണ്, അതിന്റെ ഹോംവർക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാവിലത്തെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞ് വൈകിട്ട് ഇപ്പൊ 6 മണി വരെയും പി രാജീവും അദ്ദേഹത്തിന്റെ ടീമും ഓൺട്രപ്രീനേഴ്സുമായിട്ട് 1-to-1 ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലാതെ വലിയ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയിട്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജിമ്മ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ കുറെ ഇഷ്യൂസ് ഉണ്ടാവുന്നു, അത് മുടങ്ങി പോകുന്നു. അതിൽ നിന്ന് മാറിയിട്ട് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചും അതിന്റെ ഒരു അന്തരീക്ഷമാണ് കാണാനുള്ളത്. നമ്മളൊരു വളരെ ചെറിയ സംസ്ഥാനമാണ്, എന്നിട്ട് പോലും ഈ ബജറ്റിൽ വ്യവസായങ്ങൾക്കുള്ള സ്ഥലം സംസ്ഥാന സർക്കാരിന്റെ സ്ഥലത്തിൽ നിന്ന് കൊടുക്കും എന്നൊരു വാഗ്ദാനമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധ്യമായ കാര്യങ്ങൾ എന്നുള്ളിടത്താണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. പക്ഷേ ഈ ചർച്ചകളൊക്കെ തന്നെ ചില പൊതുബോധം എന്ന് പറയുന്ന അബദ്ധ ധാരണകളുടെ പുറത്താണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് വരൽ മാത്രമല്ല. കേരളത്തെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പിണറായി വിജയൻ നിരന്തരം പറയുന്ന ആ വാക്കിലൂടെയാണ്. സർവ്വതല സ്പർശിയായ വികസനം എന്നുള്ളതാണ്. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസനത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ഇടതുപക്ഷ മനസ്സുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ വിഭിന്നമായിരിക്കുന്നതും. ആ ഇടതുപക്ഷ മനസ്സ് കോൺഗ്രസ് പാർട്ടി പോലും വലിയൊരു പരിധിവരെ സ്വാംശീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ BJP-ക്കാർക്ക് പോലും ഒരു പരിധിവരെ അതിനോട് സമരസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചില ഇടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ വല്ലാത്ത കാർക്കശ്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിച്ചിട്ടുള്ളത് സത്യമാണ്. പക്ഷേ കേരളത്തിലെ വ്യവസായ മേഖലയിൽ സ്വകാര്യ മേഖല ഇല്ല, വളരെ കുറവാണെന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്. കാരണം എന്താ അറിയോ, കേരളത്തിൽ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്ന 4 മേഖലകൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, IT, ടൂറിസം. നോക്കൂ നിങ്ങൾ, ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങളെക്കാൾ സ്ട്രോങ് ആണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ. എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ ദിവസം ബിന്ദു മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു 80% ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലാണ്. IT-യിൽ 90% നമ്മുടെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ സർക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്താണെങ്കിലും അതിലുള്ള ഓൺട്രപ്രീനേഴ്സ് 90% സ്വകാര്യ മേഖലയിലുള്ളതാണ്. ടൂറിസത്തിൽ 95% സ്വകാര്യ സംരംഭകരാണ്. ഇവരൊക്കെയാണ് നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളെ ഈ പീക്ക് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന പോലെ നമ്മുടെ മെമ്മറിയിലേക്ക് വരുന്നത് ഒരു വരവേൽപ്പ് സിനിമയും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസും ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പിന്നെ പ്രതിപക്ഷം ഇന്ന് അല്ലെങ്കിൽ വി ഡി സതീശൻ ഏത് കോൺടെക്സ്റ്റിലാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നതെന്ന് നമുക്കറിയാം. 2 ആഴ്ചയായി ബഹളം തുടങ്ങിയിട്ട് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ആഗോള റാങ്കിംഗ് കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് കേരളം ലോകത്തില്, അതായത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ 46% വളർച്ച കൈവരിച്ച സമയത്ത് കേരളത്തിൻ്റെത് 254% എന്നുള്ള കണക്കുകളൊക്കെ പറഞ്ഞ് ബഹളം ഒരു ആർട്ടിക്കിൾ വന്ന സമയത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തോട് പറഞ്ഞു മിണ്ടാതിരിക്കൂ, ശശി തരൂർ പറഞ്ഞതാണ് ശരി എന്നുള്ളത്. ഇനി ഇതിന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും അത് സ്വാഗതാർഹമാണ്. ഇതെനിക്ക് പറയേണ്ടി വന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി പിന്നെയും കളവ് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. 2 തരത്തിലുള്ള കളവ് പറയണം. ഒന്ന്, ഞാൻ പറയാത്ത കാര്യം പറയാന്നുള്ളതാണ്. E.P. ജയരാജൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് നടത്തിയിരുന്നു. അതിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ കാലത്ത് പ്രോഗ്രാംസിന് വരുന്ന ആളുകളുടെ മൂഡും ഇപ്പൊ വരുന്ന ആളുകളുടെ മൂഡും രണ്ടാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ പറഞ്ഞ കിറ്റെക്സ് കേരളം വിട്ടു. അതായത് വാട്സപ്പിൽ അടിച്ചുവിടുന്ന പോലെ ഒരു സാധനം കോൺഗ്രസിന് പ്രതിനിധി അടിച്ചുവിടുകയാണ്. കിറ്റെക്സിന് കേരളത്തിലും തെലുങ്കാനയിലുമാണ് ഫാക്ടറികൾ ഉള്ളത്. കേരളത്തിലെ ഫാക്ടറി അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം അവർ തെലുങ്കാനയിൽ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഒരുപക്ഷെ ഗ്ലോബലി തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ജ്വല്ലറി ബ്രാൻഡാണ് മലബാർ ഗോൾഡ്. 350 സ്റ്റോർ എങ്ങാണ്ടായി. കേരളത്തിൽ കുറച്ച് സ്റ്റോറുകളേ ഉള്ളൂ. അവർ ലോകത്തിന്റെ പല ഭാഗത്തുമാണ് സ്റ്റോറുകൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലബാർ ഗോൾഡ് കേരളം വിട്ടുവെന്നല്ലോ. അതേപോലെ കിറ്റെക്സിന്റെ കേസിൽ അയാൾക്ക് വേറെ കുറച്ച് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളെ മീഡിയയുടെ വലിയ സപ്പോർട്ടും കിട്ടിയോണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർവ്വതല സ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് ഇക്കോളജിയും ഇക്കോണമിയും ഇക്വിറ്റിയും ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് സസ്റ്റൈനബിൾ ആവുക. അല്ലാതെ പച്ച 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 എന്നുള്ളതല്ല. ഈ 3 കാര്യങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് പീപ്പിൾ, നേച്ചർ, ഇൻഡസ്ട്രി ഈ 3 കീവേഡ്സും സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ തരുന്നത്, ഇപ്പം ശ്രമിക്കുന്നത്, ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രഖ്യാപനങ്ങളല്ല, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ മേജർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള സമ്മിറ്റ് ആണ് നടക്കുന്നത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇട്ട കല്ലും പി രാജീവ് ഇപ്പൊ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺവേർഷൻ റേറ്റ് എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം എങ്ങനെ നടപ്പിലാവുന്നു എന്നുള്ളതാണ്. അത് നാഷണൽ ഹൈവേയുടെ കേസിൽ നമ്മൾ കണ്ടതാണ്. നാഷണൽ ഹൈവേ 66ന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നേതാവായ ഉമ്മൻചാണ്ടി തുടങ്ങിയതാണ്. നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിയതാണ്. അന്നും ഗഡ്കരി തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി. LDF-ഉം പിണറായി വിജയനും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് റിയാലിറ്റി ആയത്. ഒരു കൊല്ലത്തിനുള്ളത് റിയാലിറ്റി ആവാൻ പോവാണ്. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതി നോക്കൂ നിങ്ങൾ. BJP-യും കോൺഗ്രസും സകലമാന വലതുപക്ഷ കക്ഷികളും പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുടക്കിയതാണ്. ഇന്ന് ആ വേദിയിൽ വെച്ച് പീയൂഷ് ഗോയലിന് ഒരു വരിയാണെങ്കിൽ ഒരു വരി ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് സിൽവർ ലൈൻ എന്ന് പരാമർശിച്ചു എന്നുള്ളിടത്താണ് എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ് LDF കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന. സ്കൂളുകൾ നന്നാക്കുമെന്ന് പറഞ്ഞാൽ സ്കൂളുകൾ നന്നാക്കുകയാണ്. ആശുപത്രികൾ നന്നാക്കുമെന്ന് പറഞ്ഞാൽ ആശുപത്രികൾ നന്നാക്കുകയാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യാണ്. കണ്ണൂരിൽ വിമാനത്താവളം വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യാത്രാ വിമാനം ഇറങ്ങുന്നു എന്നാണ്. മറ്റേ മിലിറ്ററി ഫ്ലൈറ്റ് വന്ന് പോവുക എന്നുള്ളതല്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. വ്യാവസായിക വികസനത്തിന് ചാലകശക്തിയാകുന്നത് എന്നുള്ളതാണ് ഡോക്ടർ പ്രേംകുമാർ വളരെ ആർജവത്തോടു കൂടി പറയുന്നത്. ഒരു വ്യവസായം വരുമ്പോൾ, നമ്മൾ വ്യവസായ സൗഹൃദമാകുമ്പോൾ, ഒരു അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവർ സ്വാംശീകരിച്ചെന്ന അവകാശവാദം അവിടെ ഉന്നയിക്കാം. പക്ഷേ വ്യവസായങ്ങൾ വരുമ്പോൾ വ്യവസായങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്താൽ മാത്രം പോരാ, സമൂഹത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം കൂടി ചർച്ചയ്ക്ക് വരണമല്ലോ. അതൊരു ബിസിനസ് സമ്മിറ്റിൽ സ്വാഭാവികമായ ചർച്ചയുണ്ടാവില്ല. അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ്. അല്ല, മാധുവിന്റെ സംശയം ന്യായമാണ്. അതായത് ഈ UI എല്ലാം സൈൻ ചെയ്യപ്പെടുന്നു, ഇതെല്ലാം റിയലൈസ് ചെയ്യപ്പെടുമോ എന്നുള്ളത്. റിയലൈസ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ മലയാളിയെ നിർബന്ധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2016 LDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു പ്രകടന പത്രികയും അതിൻ്റെ അകത്ത് 650 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. 2021 ഇതേ മുഖ്യമന്ത്രി, ഇതേ പാർട്ടി, ഇതേ മുന്നണി ജനങ്ങളെ നേരിട്ടത് ആ പഴയ പ്രകടന പത്രികയും നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ലിസ്റ്റുമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയൻ പിന്നെയും മുഖ്യമന്ത്രിയാവുന്നത്. ഇതാണ് ട്രാക്ക് റെക്കോർഡ് LDF-ന്റെ. ആ കാര്യം ഈ കഴിഞ്ഞ 8 വർഷക്കാലം നടപ്പിലാക്കിയ കാര്യം അത് ഇനിയുള്ള 1.5 വർഷക്കാലം കൂടെ 8 വർഷക്കാലം നടപ്പിലാക്കിയത് ഇനിയുള്ള കാലവും കൂടെ നടക്കുമെന്നുള്ള കാര്യം കേരളത്തിലെ ആളുകൾക്ക് വിശ്വാസമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതിനെതിരെ ഇവർ പറയുന്നത് പച്ചക്കളവാണെന്നുള്ളതാണ്. അതാണ് സന്ദീപ് വാര്യർ ഇവിടെ പ്രധാന ഞാൻ കൈ ഉയർത്തിയത്. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് ഇപ്പോഴില്ല എന്ന് പറയുന്നത് എന്തുപോലെയാണെന്നറിയോ? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ നിലവിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ നമ്മൾ മലയാളികൾ പറയാ? ഞാൻ പറയും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇല്ല. IRCTയുടെ സൈറ്റിൽ കൊച്ചുവേളി എന്നൊരു സ്റ്റേഷൻ ഇല്ല. അതിന്റെ പേര് ട്രിവാൻഡ്രം നോർത്ത് എന്നാണ്. ഞാനിപ്പോ ഇരിക്കുന്നത് നിങ്ങളുടെ കൊച്ചി സ്റ്റുഡിയോയിലാണോ എറണാകുളം സ്റ്റുഡിയോയിലാണോ എനിക്കറിയില്ല.
എറണാകുളം സൗത്ത് എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എയർപോർട്ടിന്റെ പേര്. എവിടെയാണ് കൊച്ചി, എവിടെയാണ് എറണാകുളം എന്നുള്ളത് പോലെയാണ്. എന്റെ ഫോൺ നോക്കിയിട്ട് ഒരാള് ഏതാണ് ഫോൺ എന്ന് ചോദിച്ചാൽ 3 ഉത്തരങ്ങൾ പറയാം. എറ്റിസലാത്ത് ആണെന്ന് പറയാം, ജിയോ ആണെന്ന് പറയാം, ഐഫോൺ ആണെന്ന് പറയാം. 3ഉം ശരിയാണ്, 3ഉം തെറ്റുമാണ്. ഇനി ഇതിനകത്തേക്ക് വരാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ബിസിനസ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക എന്നുള്ളത്. അതിനു വേണ്ട പ്ലാൻ ഉണ്ടാക്കാനുള്ളതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉറപ്പുവരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്ലാൻ ആണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഈ പറയുന്ന BRAP ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു വെബ്സൈറ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്താണെന്നറിയോ മാധു? സന്ദീപ് വാര്യർ നോക്കിക്കോളൂ. eodb.dpiit.gov.in ആണ്. അതിനകത്ത് പീയൂഷ് ഗോയൽ പറയുന്ന ആ സെന്റൻസ് ഞാൻ വായിക്കാം. ഒരു ഇവന്റ് നടത്തിയിരുന്നു, അതായത് BRAP പ്രകാരം ഏതൊക്കെ സ്റ്റേറ്റ് ഏതൊക്കെ UTs വന്നു എന്നുള്ള. അതിൽ അയാൾ പറയുന്ന വാചകം എന്താണെന്നറിയോ? ഇവന്റ് റിക്കഗ്നൈസ്ഡ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് UTs ത്രൂ BRAP ഫെസിലിറ്റേഷൻ ഇൻ എൻഹാൻസിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ ആണ് BRAP എന്നുള്ളത്. അപ്പോഴാണ് ഇവിടെ കുറെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സന്ദീപ് വാര്യരെ പോലെ കോൺഗ്രസിന്റെ ആളുകൾ ഇല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല, BRAP ഉള്ളൂ എന്ന് പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണെന്നറിയോ? ഞാൻ BJP അല്ല RSS ആണ്, RSS അല്ല BJP ആണ് എന്ന് പണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലുള്ള ഒരു പറയലാണത്. ഞാൻ താമസിക്കുന്നത്, നിങ്ങളുടെ ഡ്രൈവർ എന്നെ പിക്ക് ചെയ്തത് ഗോകുലം പാർക്ക് എന്നുള്ള ഹോട്ടലിൽ നിന്നാണ്. അതിന് വേറൊരു പേരുണ്ട്, ആ പേര് സരോവർ പോർട്ടിക്കോ എന്നാണ്. ഏതാണ് പേര് എന്ന് തർക്കിക്കുന്ന പോലെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നൊരു സിസ്റ്റമാണ്, രണ്ടാമത്തെ നടപ്പിലാക്കാനുള്ള സംവിധാനമാണ്. ഇതാണ് ഇപ്പൊ അവരുടെ കയ്യിൽ ആകപ്പാടെ ബാക്കിയുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്നുള്ളത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതും P. രാജീവ് മിനിസ്റ്റർ പറഞ്ഞതും ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇനി BRAP റാങ്കിങ്ങിലും 1ാം സ്ഥാനം കേരളത്തിന് തന്നെയാണെന്നേ. നിങ്ങൾ ഈ വാക്കിന്റെ മുകളിൽ പിടിച്ച് തൂങ്ങിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ വാദിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു കാര്യവും പറയാനില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലവും ചെയ്ത കാര്യങ്ങളുടെ തെളിവ്, അത് ഗെയിൽ പൈപ്പ് ലൈൻ ആയിരുന്നാലും നമ്മുടെ ഹൈവേ ആയിരുന്നാലും വിദ്യാഭ്യാസ രംഗമായിരുന്നാലും ആരോഗ്യ രംഗമായിരുന്നാലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളരെ കൃത്യമായ, ഗോവിന്ദ മാഷ് ഭാഷയിൽ പറഞ്ഞാൽ മൂർത്തമായ ഉദാഹരണങ്ങളെ കിടക്കും. ഒറ്റ കാര്യം കൂടെ, പ്രിന്റു മഹാദേവ് പറയുന്നത് എന്താണ്? പിണറായി വിജയൻ ആവിഷ്കരിച്ച സിൽവർ ലൈൻ നടപ്പിലാക്കില്ല. പിണറായി വിജയൻ ആവിഷ്കരിച്ചതല്ല സർ സിൽവർ ലൈൻ. അതായത് സംസ്ഥാനങ്ങളുടെ പകുതി പങ്കാളിത്തത്തിൽ 49% ഇക്വിറ്റിയിൽ, കേന്ദ്ര ഗവൺമെന്റ് 51% ഇക്വിറ്റിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം ഒരു സംസ്ഥാന ഗവൺമെന്റിനും 1 കിലോമീറ്റർ പോലും റെയിൽ പാളം ഉണ്ടാക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിനെ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും അനുകൂലമായേ പറ്റുള്ളൂ. പേര് നിങ്ങൾ എന്ത് വേണേ മാറ്റിക്കോളൂ, റാക്ക് മാറ്റിക്കോളൂ. പക്ഷെ കേരളത്തിന് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നുള്ളത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇപ്പോ വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ്